വ്യവസായ വകുപ്പിന്റെ ഭരണനിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികകളിലേക്കായി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് PERS അഥവാ പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് സിസ്റ്റം. ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിലേക്കായി ഉദ്യോഗാർത്ഥികൾ PERS പോർട്ടൽ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. ഇതിനായി kpesrb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. രജിസ്ട്രേഷൻ ചെയ്യാനായി രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വരുന്ന സ്ക്രീനിൽ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഒറ്റത്തവണ രജിസ്ട്രേഷനായി മൊബൈൽ നമ്പർ, ഇമെയിൽ ID, തിരിച്ചറിയൽ രേഖ എന്നിവ നിർബന്ധമായും വേണം. ആധാറിലുള്ള പേര്, ആധാർ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക. നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇമെയിൽ, മൊബൈൽ നമ്പർ എന്നിവ കൊടുത്തതിനു ശേഷം പാസ്വേഡ് കൊടുക്കാം. അതേ പാസ്വേഡ് ഒന്നുകൂടി നൽകി രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. നൽകിയ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും വരുന്ന OTP നൽകി സബ്മിറ്റ് നൽകുക. OTP ലഭ്യമായില്ലെങ്കിൽ റീസെന്റ് OTP ക്ലിക്ക് ചെയ്യണം. മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈഡ് ആവുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ നൽകാം. തുടർന്ന് ഇമെയിൽ വിലാസവും പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ പ്രവേശിക്കുക. പ്രൊഫൈൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ഇനി വരുന്ന പേജിൽ കാണാം. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ഉദ്യോഗാർത്ഥിയുടെ ഫോട്ടോ, സിഗ്നേച്ചർ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ ഡിജിറ്റൽ കോപ്പി കൈവശം വയ്ക്കുക. ഫോട്ടോ 150 പിക്സൽ വിഡ്ത്ത്, 200 പിക്സൽ ഹൈറ്റ് ഡയമെൻഷനുള്ള 50 KB താഴെ സൈസ് വരുന്ന JPG ഫോർമാറ്റും, ഒപ്പ് 150 പിക്സൽ വിഡ്ത്ത്, 100 പിക്സൽ ഹൈറ്റ് ഡയമെൻഷനുള്ള 50 KB താഴെ സൈസ് വരുന്ന JPG ഫോർമാറ്റും, ബാക്കി സർട്ടിഫിക്കറ്റുകൾ 1 MB താഴെ സൈസ് വരുന്ന PDF ഫോർമാറ്റും ആയിരിക്കണം. തുടർന്ന് മൈ പ്രൊഫൈൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകാം. പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവ എല്ലാം നൽകുക. ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യുക. പ്രൊഫൈലിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതാ വിവരങ്ങൾ രേഖപ്പെടുത്തുക. എക്സ്പീരിയൻസ് വിവരങ്ങളും രേഖപ്പെടുത്തുക. പ്രൊഫൈലിൽ ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം സ്കിൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. നൽകിയ വിവരങ്ങളെല്ലാം മൈ പ്രൊഫൈൽ ലിങ്കിലുള്ള പ്രൊഫൈൽ പ്രിവ്യൂ എന്ന മെനുവിൽ കാണാനാകും. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ പ്രവേശിച്ച് മാറ്റാനാകും. പ്രൊഫൈൽ പൂർത്തീകരിച്ച ശേഷം നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ലിസ്റ്റിൽ അനുയോജ്യമായ പോസ്റ്റുകൾ കണ്ടെത്തി അപേക്ഷകൾ നൽകാവുന്നതാണ്. ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് നോക്കുക. പ്രായപരിധിയും യോഗ്യതയും അനുസൃതമായ പോസ്റ്റുകൾക്ക് നേരെ കാണുന്ന അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് അപേക്ഷകൾ നൽകാം. ഇനെലിജിബിൾ ആണ് കാണിക്കുന്നതെങ്കിൽ റീസൺ ഫോർ ഇനെലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് നോക്കുക. പ്രായപരിധിക്ക് പുറത്താണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല. തസ്തികയ്ക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി അപ്ലൈ വിത്ത് ഇക്വലൻസി ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ നൽകുക. അപേക്ഷാ ഫീസ് ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യാം. ബാങ്ക് തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. പേയ്മെന്റ് കഴിയുന്നതുവരെ ബാക്ക് ബട്ടൺ, റിഫ്രഷ് ബട്ടൺ എന്നിവ ക്ലിക്ക് ചെയ്യരുത്. പേയ്മെന്റ് സക്സസ് ആകുകയാണെങ്കിൽ ഫൈനൽ സബ്മിറ്റ് നൽകി ആപ്ലിക്കേഷൻ സബ്മിഷൻ പൂർത്തിയാക്കാം. പേയ്മെന്റ് ഫെയിൽ ആകുകയാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഫെയിൽ ആകുന്ന കേസിൽ ട്രാൻസാക്ഷൻ റെസ്പോൺസ് നോട്ട് ചെയ്ത് സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപേക്ഷിച്ച തസ്തികകൾ കാണാനാകും. അവ ഡൗൺലോഡ് ചെയ്യാനും കഴിയും.